ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. സ്റ്റീവൻ ആർ കവി. നിങ്ങളുടെ ജീവിതം ഒരു നിമിഷം പുറത്തുനിന്ന് നോക്കൂ. അതിരാവിലെ എഴുന്നേൽക്കുന്നു, ഫോൺ പരിശോധിക്കുന്നു, ഇമെയിലുകൾക്ക് മറുപടി നൽകുന്നു, ഓഫീസിലെത്തുന്നു, മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നു, വീട്ടിൽ തിരിച്ചെത്തുന്നു, ടെലിവിഷൻ കാണുന്നു, ഉറങ്ങുന്നു. അടുത്ത ദിവസം അതേ ചക്രം ആവർത്തിക്കുന്നു. ഈ ചക്രത്തിനിടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിർത്തി ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ എന്തിനാണിതെല്ലാം ചെയ്യുന്നത്, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന്? മിക്ക ആളുകളും പ്രതികരണാത്മകമായാണ് ജീവിക്കുന്നത്. എന്തെങ്കിലും സംഭവിക്കുന്നു, അവർ പ്രതികരിക്കുന്നു, ഫോൺ ശബ്ദിക്കുന്നു, ഉത്തരം നൽകുന്നു, ബോസ് ദേഷ്യപ്പെടുന്നു, ഭയക്കുന്നു, കാലാവസ്ഥ മോശമാകുന്നു, മാനസികാവസ്ഥ മോശമാകുന്നു. ഇത് ജീവിതമല്ല, അതിജീവനമാണ്. സ്റ്റീഫൻ കോവി ഈ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് ജീവിതത്തിന്റെ ചുക്കാൻ പിടിക്കാൻ നിങ്ങൾ പ്രതികരിക്കുന്നതിൽ നിന്ന് മുൻകൈയെടുക്കുന്നതിലേക്ക് മാറണമെന്നാണ്. ഫലപ്രാപ്തി എന്നതൊരു കഴിവല്ല, അതൊരു ശീലമാണ്. 7 ശീലങ്ങളുടെ ഒരു സമ്പൂർണ്ണ ചട്ടക്കൂടാണ് ഈ പുസ്തകം. ആദ്യത്തെ 3 ശീലങ്ങൾ സ്വകാര്യ വിജയത്തിലേക്ക് നയിക്കുന്നു. അടുത്ത 3 ശീലങ്ങൾ പൊതുവിജയത്തിലേക്ക് നയിക്കുന്നു. 7ാമത്തെ ശീലം നിരന്തരമായ പുതുക്കലാണ്. ഈ ചട്ടക്കൂട് ഒരു മരം പോലെയാണ്. വേരുകൾ സ്വകാര്യ വിജയമാണ്, ശിഖരങ്ങൾ പൊതുവിജയവും. വേരുകൾ ശക്തമല്ലെങ്കിൽ മരം നിൽക്കില്ല. ആദ്യത്തെ ശീലം, മുൻകൈയെടുക്കുക. ബി പ്രൊആക്റ്റീവ്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്താണ്? ഒരു ഉത്തേജനത്തിനും പ്രതികരണത്തിനുമിടയിൽ മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ ഇടയിലാണ് നമ്മുടെ വളർച്ചയും സന്തോഷവും കിടക്കുന്നത്. പ്രതികരണാത്മക ആളുകൾ അവരുടെ ശാരീരിക പരിസ്ഥിതിയാൽ നയിക്കപ്പെടുന്നു. കാലാവസ്ഥ അവരുടെ മാനസികാവസ്ഥ നിയന്ത്രിക്കുന്നു. മറ്റുള്ളവരുടെ പെരുമാറ്റം അവരുടെ വികാരങ്ങൾ നിയന്ത്രിക്കുന്നു. മുൻകൈയെടുക്കുന്ന ആളുകൾ അവരുടെ മൂല്യങ്ങളാൽ നയിക്കപ്പെടുന്നു. കാലാവസ്ഥ മോശമാണെങ്കിലും അവർക്ക് നല്ല മാനസികാവസ്ഥ നിലനിർത്താൻ കഴിയും. മറ്റുള്ളവർ മോശമായി പെരുമാറിയാലും അവർക്ക് അവരുടെ പ്രതികരണം തിരഞ്ഞെടുക്കാൻ കഴിയും. ഇത് മനസ്സിലാക്കാൻ 2 വൃത്തങ്ങൾ സങ്കൽപ്പിക്കുക. പുറമേയുള്ള വലിയ വൃത്തം നിങ്ങളുടെ ഉത്കണ്ഠാവൃത്തമാണ്. നിങ്ങളെ ആശങ്കപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു. കാലാവസ്ഥ, രാഷ്ട്രീയം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ. ഉള്ളിലെ ചെറിയ വൃത്തം നിങ്ങളുടെ സ്വാധീനവൃത്തമാണ്. നിങ്ങൾക്ക് നേരിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ: നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ പ്രതികരണങ്ങൾ. പ്രതികരണാത്മക ആളുകൾ അവരുടെ ഊർജം ഉത്കണ്ഠാവൃത്തത്തിൽ കേന്ദ്രീകരിക്കുന്നു. മുൻകൈയെടുക്കുന്ന ആളുകൾ അവരുടെ ഊർജം സ്വാധീനവൃത്തത്തിൽ കേന്ദ്രീകരിക്കുന്നു. ഈ കേന്ദ്രീകരണം അവരുടെ സ്വാധീനവൃത്തം ക്രമേണ വലുതാക്കുന്നു. ഭാഷയിൽ പോലും ഈ വ്യത്യാസം പ്രകടമാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നത് പ്രതികരണാത്മക ഭാഷയാണ്. നമുക്ക് മറ്റൊരു വഴി നോക്കാം എന്നത് മുൻകൈയുള്ള ഭാഷയാണ്. ഞാൻ ഇങ്ങനെയാണ് എന്നത് മാറ്റത്തിനുള്ള വിസമ്മതമാണ്. എനിക്ക് മെച്ചപ്പെടാൻ കഴിയും എന്നത് വളർച്ചയുടെ സ്വീകാര്യതയാണ്. നിങ്ങളുടെ ഭാഷ ശ്രദ്ധിക്കുക, അത് നിങ്ങളുടെ മനോഭാവത്തിന്റെ കണ്ണാടിയാണ്. തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവയെ ഉടനടി തിരുത്താനും അവയിൽ നിന്ന് പഠിക്കാനുമുള്ള കഴിവാണ് മുൻകൈയെടുക്കൽ. തെറ്റുകൾ നിഷേധിക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്നത് പ്രതികരണാത്മകതയാണ്. 2ാമത്തെ ശീലം, അവസാനം മനസ്സിൽ കണ്ടുകൊണ്ട് ആരംഭിക്കുക. ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം, നിങ്ങളുടെ സംസ്കാര ചടങ്ങിൽ നിങ്ങളെക്കുറിച്ച് ആളുകൾ എന്താണ് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ പങ്കാളി, കുട്ടികൾ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, അവർ നിങ്ങളെ എങ്ങനെ ഓർക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? ഈ ചോദ്യമാണ് 2ാമത്തെ ശീലത്തിന്റെ കാതൽ. എല്ലാം 2 തവണ സൃഷ്ടിക്കപ്പെടുന്നു. ആദ്യം മനസ്സിൽ, പിന്നെ യാഥാർത്ഥ്യത്തിൽ. ഒരു കെട്ടിടം പണിയുന്നതിനു മുമ്പ് അതിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നു. ഒരു യാത്ര ആരംഭിക്കുന്നതിനു മുമ്പ് ലക്ഷ്യസ്ഥാനം നിശ്ചയിക്കുന്നു. എന്നാൽ ജീവിതത്തിന്റെ കാര്യത്തിൽ പലരും ബ്ലൂ പ്രിന്റ് ഇല്ലാതെ പണിയുന്നു, ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്നു. ഫലം പ്രവചിക്കാവുന്നതാണ്: നിരാശ, ശൂന്യത, അർത്ഥശൂന്യത. ഒരു വ്യക്തിഗത ദൗത്യ പ്രസ്താവന എഴുതുക. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭരണഘടനയാണ്. ഇത് നിങ്ങളുടെ മൂല്യങ്ങളും തത്വങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്നു. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ ദൗത്യ പ്രസ്താവന നിങ്ങളുടെ വഴികാട്ടിയാകും. ഇത് എഴുതാൻ സമയമെടുക്കും, ചിന്ത ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വിവിധ റോളുകൾ തിരിച്ചറിയുക. ഒരു പങ്കാളി, ഒരു രക്ഷിതാവ്, ഒരു പ്രൊഫഷണൽ, ഒരു സുഹൃത്ത്, ഒരു പൗരൻ. ഓരോ റോളിലും നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നതെന്ന് നിർവചിക്കുക. ഇത് നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകുന്നു. കാര്യക്ഷമത എന്നത് കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നതാണ്. ഫലപ്രാപ്തി എന്നത് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. 2ാമത്തെ ശീലം 2ാമത്തേതിനെക്കുറിച്ചാണ്. ഏണി ചാരുന്നത് ശരിയായ മതിലിലാണോ എന്നുറപ്പാക്കുക. തെറ്റായ മതിലിൽ ചാരിയ ഏണിയിൽ വേഗത്തിൽ കയറുന്നത് അർത്ഥശൂന്യമാണ്. ദൗത്യപ്രസ്താവന നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രം നിർവചിക്കുന്നു. മിക്ക ആളുകളും അവരുടെ ജീവിതം കേന്ദ്രീകരിക്കുന്നത് ജോലി, പണം, കുടുംബം, ഇണ, ശത്രു, വിനോദം എന്നിവയിലാണ്. ഈ കേന്ദ്രങ്ങൾ അസ്ഥിരമാണ്. ജോലി നഷ്ടപ്പെട്ടാൽ അവരുടെ ലോകം തകരുന്നു. ഇണ വിട്ടുപോയാൽ അവരുടെ അസ്തിത്വം ഇല്ലാതാകുന്നു. ശരിയായ കേന്ദ്രം തത്വങ്ങളാണ്. സത്യസന്ധത, സമഗ്രത, സ്നേഹം, നീതി, സേവനം. ഈ തത്വങ്ങൾ മാറ്റമില്ലാത്തവയാണ്. അവ കാലാതീതമാണ്. തത്വകേന്ദ്രിത ജീവിതം നയിക്കുമ്പോൾ
ബാഹ്യ സാഹചര്യങ്ങൾ നിങ്ങളുടെ ആന്തരിക സമാധാനത്തെ ബാധിക്കുന്നില്ല. മൂന്നാമത്തെ ശീലം, ആദ്യ കാര്യങ്ങൾ ആദ്യം ചെയ്യുക. പുട്ട് ഫസ്റ്റ്, തിങ്സ് ഫസ്റ്റ്. ഇത് രണ്ടാമത്തെ ശീലത്തിന്റെ ഭൗതിക സൃഷ്ടിയാണ്. മുൻഗണനകൾ നിർണ്ണയിക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്യുക. കോവി ഇവിടെ അവതരിപ്പിക്കുന്നത് ടൈം മാനേജ്മെന്റ് മാട്രിക്സ് എന്ന ആശയമാണ്. എല്ലാ പ്രവർത്തനങ്ങളെയും 2 മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് 4 ചതുരങ്ങളിലായി തരംതിരിക്കുന്നു. അടിയന്തിരത, പ്രാധാന്യം. 1-ാം ചതുരം, അടിയന്തിരവും പ്രധാനപ്പെട്ടതും. പ്രതിസന്ധികൾ, അവസാന നിമിഷത്തെ ഡെഡ്ലൈനുകൾ, അടിയന്തിര പ്രശ്നങ്ങൾ. ഇവ ഉടനടി ചെയ്യേണ്ടവയാണ്. 2-ാം ചതുരം, അടിയന്തിരമല്ലാത്തതും എന്നാൽ പ്രധാനപ്പെട്ടതും. ആസൂത്രണം, തയ്യാറെടുപ്പ്, ബന്ധങ്ങൾ കെട്ടിപ്പടുക്കൽ, വ്യക്തിഗത വളർച്ച, വ്യായാമം. ഫലപ്രദരായ ആളുകൾ അവരുടെ സമയം ചെലവഴിക്കുന്നത് ഈ ചതുരത്തിലാണ്. 3-ാം ചതുരം, അടിയന്തിരമാണ് പക്ഷേ പ്രധാനമല്ല. തടസ്സങ്ങൾ, ചില ഫോൺ കോളുകൾ, ചില മീറ്റിംഗുകൾ, ഇവ മറ്റുള്ളവരുടെ മുൻഗണനകളാണ്. 4-ാം ചതുരം, അടിയന്തിരവുമല്ല പ്രധാനവുമല്ല. നിസ്സാര ജോലികൾ, അമിതമായ ടെലിവിഷൻ, സോഷ്യൽ മീഡിയയിലെ അനാവശ്യ സമയം, ഇവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടവയാണ്. മിക്ക ആളുകളും ജീവിതം ചെലവഴിക്കുന്നത് 1-3 ചതുരങ്ങളിലാണ്. ഇത് സമ്മർദ്ദം, പൊള്ളൽ, പ്രതിസന്ധി, മാനേജ്മെന്റ് എന്നിവയിലേക്ക് നയിക്കുന്നു. 2-ാം ചതുരത്തിൽ സമയം ചെലവഴിക്കുമ്പോൾ 1-ാം ചതുരത്തിലെ പ്രതിസന്ധികൾ കുറയുന്നു. നിങ്ങൾ പ്രതിരോധത്തിലാകുന്നു, ചികിത്സയിലല്ല. ഇതിന് വേണ്ട എന്ന് പറയാനുള്ള കഴിവ് ആവശ്യമാണ്. 3-ാം ചതുരത്തിലെ അടിയന്തിരതകളോട് വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ 2-ാം ചതുരത്തിലെ പ്രധാന കാര്യങ്ങൾക്ക് അതെ എന്ന് പറയുന്നു. ആഴ്ചതോറുമുള്ള ആസൂത്രണം ഇവിടെ നിർണായകമാണ്. ഓരോ ആഴ്ചയുടെയും തുടക്കത്തിൽ നിങ്ങളുടെ റോളുകളും ലക്ഷ്യങ്ങളും അവലോകനം ചെയ്യുക. 2-ാം ചതുര പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കലണ്ടറിൽ ആദ്യം ബ്ലോക്ക് ചെയ്യുക. ബാക്കിയുള്ളവ അതിനു ചുറ്റും ക്രമീകരിക്കുക. ഇത് ജീവിതത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നു. ഡെലിഗേഷൻ എന്ന കലയും ഇവിടെ പ്രധാനമാണ്. 2 തരം ഡെലിഗേഷനുണ്ട്: ഗോഫർ ഡെലിഗേഷൻ, സ്റ്റുവാർഡ്ഷിപ്പ് ഡെലിഗേഷൻ. ഗോഫർ ഡെലിഗേഷനിൽ നിങ്ങൾ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു, ഓരോ ഘട്ടവും നിരീക്ഷിക്കുന്നു. സ്റ്റുവാർഡ്ഷിപ്പ് ഡെലിഗേഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം വ്യക്തമാക്കുന്നു, മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു, വിഭവങ്ങൾ ലഭ്യമാക്കുന്നു, ഉത്തരവാദിത്തം നിശ്ചയിക്കുന്നു, പ്രത്യാഘാതങ്ങൾ വ്യക്തമാക്കുന്നു, പിന്നെ വിട്ടുകൊടുക്കുന്നു. ഇത് വിശ്വാസവും കഴിവും വളർത്തുന്നു. ഇവിടെ നിന്ന് നമ്മൾ പൊതുവിജയത്തിലേക്ക് പ്രവേശിക്കുന്നു. 4-ാമത്തെ ശീലം, വിജയം ചിന്തിക്കുക. തിങ്ക് വിൻ വിൻ. ജീവിതം ഒരു മത്സരമല്ല, ഒരു സഹകരണ മേഖലയാണ്. മിക്ക ആളുകളും ചിന്തിക്കുന്നത് ഒന്നുകിൽ ഞാൻ ജയിക്കണം അല്ലെങ്കിൽ നീ ജയിക്കണം എന്ന രീതിയിലാണ്. ഇത് തുലോം പരിമിതമായ കാഴ്ചപ്പാടാണ്. വിജയം എന്നത് ഒരു മാനസികാവസ്ഥയാണ്. എല്ലാവർക്കും വിജയിക്കാൻ കഴിയുന്ന 3-ാമതൊരു ബദൽ എപ്പോഴുമുണ്ടെന്ന വിശ്വാസം. ഇതിന് 5 മാനങ്ങളുണ്ട്. 1-ാമത്തേത് സ്വഭാവം, സമഗ്രത, പക്വത, സമൃദ്ധി മനോഭാവം. സമഗ്രത എന്നാൽ നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ പൊരുത്തമുണ്ടായിരിക്കുക. പക്വത എന്നാൽ നിങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാടുകൾ ധൈര്യത്തോടെ പ്രകടിപ്പിക്കുകയും അതേസമയം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളോട് സംവേദനക്ഷമത പുലർത്തുകയും ചെയ്യുക. സമൃദ്ധി മനോഭാവം എന്നാൽ എല്ലാവർക്കും ധാരാളമുണ്ടെന്ന വിശ്വാസം. 2-ാമത്തേത് ബന്ധങ്ങൾ. വിശ്വാസമാണ് വിജയം ബന്ധങ്ങളുടെ അടിസ്ഥാനം. വിശ്വാസമില്ലെങ്കിൽ ചർച്ചകൾ പ്രതിരോധാത്മകവും നിയമപരവുമാകും. 3-ാമത്തേത് കരാറുകൾ. വിജയം കരാറുകളിൽ പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, വിഭവങ്ങൾ, ഉത്തരവാദിത്തം, പ്രത്യാഘാതങ്ങൾ എന്നിവ വ്യക്തമായി നിർവചിക്കപ്പെടുന്നു. 4-ാമത്തേത് സംവിധാനങ്ങൾ. വിജയം തത്വത്തിൽ പ്രവർത്തിക്കാൻ പിന്തുണ നൽകുന്ന സംവിധാനങ്ങൾ ആവശ്യമാണ്. പരിശീലനം, ആസൂത്രണം, മൂല്യനിർണ്ണയം എന്നിവയെല്ലാം വിജയം അടിസ്ഥാനമാക്കിയായിരിക്കണം. 5-ാമത്തേത് പ്രക്രിയ. വിജയം പരിഹാരത്തിലെത്താൻ 4 ഘട്ടങ്ങളുള്ള ഒരു പ്രക്രിയ പിന്തുടരുക. പ്രശ്നം മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാണുക. പ്രധാന പ്രശ്നങ്ങളും ആശങ്കകളും തിരിച്ചറിയുക. പൂർണ്ണമായും സ്വീകാര്യമായ ഫലങ്ങൾ എന്താണെന്ന് നിർണ്ണയിക്കുക. ആ ഫലങ്ങൾ നേടാനുള്ള പുതിയ ഓപ്ഷനുകൾ കണ്ടെത്തുക. വിജയം സാധ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ വിജയം അല്ലെങ്കിൽ ഇടപാടില്ല എന്ന തത്വം സ്വീകരിക്കുക. ഇത് നിങ്ങളുടെ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സംരക്ഷിക്കുന്നു. 5-ാമത്തെ ശീലം, ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക, പിന്നെ മനസ്സിലാക്കപ്പെടാൻ. സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ്, ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്. ആശയവിനിമയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവാണ് ശ്രവണം. മിക്ക ആളുകളും കേൾക്കുന്നത് മറുപടി പറയാനുള്ള ഉദ്ദേശത്തോടെയാണ്, മനസ്സിലാക്കാനുള്ള ഉദ്ദേശത്തോടെയല്ല. അവർ സ്വന്തം ജീവിതാനുഭവങ്ങളുടെ ചട്ടക്കൂടിലൂടെ മറ്റുള്ളവർ പറയുന്നത് ഫിൽട്ടർ ചെയ്യുന്നു. ഒരാൾ പറയുന്നത് കേൾക്കുന്നതിനു മുമ്പ് അവർ എന്താണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾ ഇതിനകം തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിനെ ആത്മകഥാപരമായ ശ്രവണം എന്ന് വിളിക്കുന്നു. 4 തരം ആത്മകഥാപരമായ പ്രതികരണങ്ങളുണ്ട്. മൂല്യനിർണ്ണയം. നിങ്ങൾ സമ്മതിക്കുകയോ വിയോജിക്കുകയോ ചെയ്യുന്നു. അന്വേഷണം. നിങ്ങളുടെ സ്വന്തം ചട്ടക്കൂടിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഉപദേശം. നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉപദേശം നൽകുന്നു. വ്യാഖ്യാനം. നിങ്ങളുടെ സ്വന്തം ഉദ്ദേശ്യങ്ങളെ അടിസ്ഥാനമാക്കി മറ്റൊരാളുടെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്നു. യഥാർത്ഥ ശ്രവണം ഇതല്ല. എമ്പതിക് ശ്രവണം ആവശ്യമാണ്. മറ്റൊരാളുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ലോകത്തെ കാണാൻ ശ്രമിക്കുക.
അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുക. അവർ പറയുന്ന വാക്കുകൾക്ക് പിന്നിലെ അർത്ഥം ഗ്രഹിക്കുക. ഇതിന് സുരക്ഷിതത്വവും വിശ്വാസവും ആവശ്യമാണ്. എമ്പതിക് ശ്രവണത്തിൽ നിങ്ങൾ ഉപദേശം നൽകുന്നില്ല, മൂല്യനിർണ്ണയം നടത്തുന്നില്ല. നിങ്ങൾ മറ്റൊരാളുടെ വികാരങ്ങളും അനുഭവങ്ങളും പ്രതിഫലിപ്പിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്ക് നിരാശ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. ഇത് മറ്റൊരാൾക്ക് അവർ കേൾക്കപ്പെടുന്നു എന്ന തോന്നൽ നൽകുന്നു. മനസ്സിലാക്കപ്പെടുക എന്നത് ഒരു മാനസിക ആവശ്യമാണ്. ആ ആവശ്യം നിറവേറ്റപ്പെടുമ്പോൾ അവർ മനസ്സിലാക്കാൻ തയ്യാറാകുന്നു. ഇതാണ് ഫലപ്രദമായ ആശയവിനിമയത്തിന്റെ രഹസ്യം. മറ്റൊരാളുടെ വേദനയിൽ "ഓ, അതൊന്നുമില്ല, എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്" എന്ന് പറയുന്നത് സഹായകരമല്ല. അത് അവരുടെ വേദനയെ നിസ്സാരവൽക്കരിക്കുന്നു. പകരം ആ വേദന അംഗീകരിക്കുക, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ കാഴ്ചപ്പാട് പങ്കുവയ്ക്കുക. നിങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എതോസ്, പാത്തോസ്, ലോഗോസ് എന്ന ക്രമം പിന്തുടരുക. ആദ്യം വിശ്വാസ്യത സ്ഥാപിക്കുക, പിന്നെ വൈകാരിക തലത്തിൽ ബന്ധപ്പെടുക, അവസാനം യുക്തിപരമായ വാദങ്ങൾ നിരത്തുക. 6ാമത്തെ ശീലം, സിനർജി സൃഷ്ടിക്കുക. സിനർജൈസ്. സിനർജി എന്നാൽ മൊത്തം ഭാഗങ്ങളുടെ ആകത്തുകയേക്കാൾ വലുതായിരിക്കുക എന്നാണ്. ഒന്നും കൂട്ടിയാൽ 3ഓ അതിലധികമോ ആകുന്ന അവസ്ഥ. ഇത് സൃഷ്ടിപരമായ സഹകരണത്തിന്റെ പരമോന്നത രൂപമാണ്. സിനർജിയുടെ വ്യത്യാസങ്ങളെ വിലമതിക്കുക എന്നതാണ്. മാനസികവും വൈകാരികവും മനഃശാസ്ത്രപരവുമായ വ്യത്യാസങ്ങളെ ബഹുമാനിക്കുക. സമാന ചിന്താഗതിക്കാരായ ആളുകളുമായി പ്രവർത്തിക്കുന്നത് എളുപ്പമാണ്, പക്ഷെ അത് വളർച്ചയിലേക്ക് നയിക്കില്ല. വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ സംഘർഷം സൃഷ്ടിക്കുന്നു. ആ സംഘർഷം ശരിയായി കൈകാര്യം ചെയ്യുമ്പോൾ അത് സർഗാത്മകതയുടെ ഉറവിടമാകുന്നു. സിനർജി സംഭവിക്കുന്നത് വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും ഉയർന്ന തലത്തിലാണ്. കുറഞ്ഞ വിശ്വാസത്തിൽ ആളുകൾ പ്രതിരോധാത്മകവും സംരക്ഷണാത്മകവുമാണ്. ഇടത്തരം വിശ്വാസത്തിൽ അവർ മാന്യമായ വിട്ടുവീഴ്ചയിലേക്കെത്തുന്നു. ഉയർന്ന വിശ്വാസത്തിൽ മാത്രമേ സിനർജി സാധ്യമാകൂ. സിനർജി നേടാൻ എല്ലാ പങ്കാളികളും അവരുടെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ തയ്യാറായിരിക്കണം. ഒരു പുതിയ 3ാം ബദൽ കണ്ടെത്താനുള്ള യാത്രയാണിത്. അത് ആരുടെയും ആദ്യ നിർദ്ദേശമായിരിക്കില്ല, എല്ലാവരുടെയും ആശയങ്ങളുടെ സമന്വയമായിരിക്കും. പ്രകൃതി സിനർജിയുടെ മികച്ച ഉദാഹരണങ്ങൾ നൽകുന്നു. 2 ചെടികൾ ഒരുമിച്ച് നടുമ്പോൾ അവയുടെ വേരുകൾ ഇഴചേരുന്നു, മണ്ണിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു. രണ്ടും പ്രത്യേകം വളരുന്നതിനേക്കാൾ നന്നായി വളരുന്നു. ഒരു സംഗീത സംഘത്തിൽ വ്യത്യസ്ത ഉപകരണങ്ങൾ ഒരുമിച്ച് വായിക്കുമ്പോൾ അവ സൃഷ്ടിക്കുന്ന സംഗീതം ഓരോ ഉപകരണത്തിന്റെയും വ്യക്തിഗത ശബ്ദത്തേക്കാൾ സമ്പന്നമാണ്. ഇതാണ് സിനർജി. വ്യത്യാസങ്ങൾ ഭീഷണിയല്ല, അവസരങ്ങളാണ്. വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ തെറ്റാണ് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ വ്യത്യസ്തമായി കാണുന്നു, എന്നെ പഠിപ്പിക്കൂ എന്ന് പറയുക. ഈ മനോഭാവം പുതിയ ലോകങ്ങൾ തുറക്കും. 7ാമത്തെ ശീലം, ശരീരം, മനസ്സ്, ആത്മാവ്, ഹൃദയം എന്നീ 4 മാനങ്ങളിലും സ്വയം പുതുക്കുക. ഇതിനെ ഷാർപ്പൻ ദ സോ എന്ന് വിളിക്കുന്നു. ഒരു മരം വെട്ടുകാരൻ മരം മുറിക്കാൻ മണിക്കൂറുകളോളം കഷ്ടപ്പെടുന്നു. അയാളുടെ വാൾ മൂർച്ചയില്ലാത്തതാണ്. ആരോ ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ വാൾ മൂർച്ച കൂട്ടുന്നില്ല? അയാൾ മറുപടി പറയുന്നു, മരം മുറിക്കാൻ എനിക്ക് സമയമില്ല. ഇതാണ് പലരുടെയും ജീവിതം. നമ്മൾ ഉൽപാദനക്ഷമതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, ഉൽപാദനശേഷി പുതുക്കുന്നത് അവഗണിക്കുന്നു. ശാരീരികമാനം, വ്യായാമം, പോഷകാഹാരം, സമ്മർദ്ദ നിയന്ത്രണം. ആഴ്ചയിൽ 3 തവണയെങ്കിലും ഹൃദയമിടിപ്പുയർത്തുന്ന വ്യായാമം ചെയ്യുക. ശരീരത്തെ ശക്തിപ്പെടുത്തുന്നത് മനസ്സിനെയും ശക്തിപ്പെടുത്തുന്നു. മാനസികമാനം, വായന, എഴുത്ത്, പഠനം. ടെലിവിഷൻ കാണുന്നതിനു പകരം മികച്ച പുസ്തകങ്ങൾ വായിക്കുക, ഡയറി എഴുതുക, പുതിയ കഴിവുകൾ പഠിക്കുക. മാനസിക ഉത്തേജനം തലച്ചോറിനെ യുവത്വമുള്ളതാക്കി നിലനിർത്തുന്നു. ആത്മീയമാനം, ധ്യാനം, പ്രാർത്ഥന, പ്രകൃതിയുമായുള്ള ബന്ധം. ഇത് നിങ്ങളുടെ കാതലായ മൂല്യങ്ങളുമായും ലക്ഷ്യങ്ങളുമായും നിങ്ങളെ ബന്ധിപ്പിക്കുന്നു. ദിവസവും കുറച്ച് സമയം നിശബ്ദതയിൽ ചെലവഴിക്കുക. സാമൂഹികവും വൈകാരികവുമായ മാനം, ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക, സേവനം ചെയ്യുക, സഹാനുഭൂതി പരിശീലിക്കുക. ഇത് 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെയും ശീലങ്ങളെ പുതുക്കുന്നു. ഈ 4 മാനങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു മാനം അവഗണിക്കുന്നത് മറ്റുള്ളവയെ പ്രതികൂലമായി ബാധിക്കുന്നു. ആത്മീയ പുതുക്കലില്ലെങ്കിൽ ജീവിതത്തിൽ ദിശാബോധം നഷ്ടപ്പെടുന്നു. ശാരീരിക പുതുക്കലില്ലെങ്കിൽ ഊർജം നഷ്ടപ്പെടുന്നു. മാനസിക പുതുക്കലില്ലെങ്കിൽ കഴിവുകൾ കാലഹരണപ്പെടുന്നു. സാമൂഹികവും വൈകാരികവുമായ പുതുക്കലില്ലെങ്കിൽ ഏകാന്തതയും അന്യവൽക്കരണവും ഉണ്ടാകുന്നു. ഇതൊരു ചക്രമാണ്. പുതുക്കൽ മുകളിലേക്കുള്ള സർപ്പിളം സൃഷ്ടിക്കുന്നു. നിങ്ങൾ കൂടുതൽ പുതുക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ഫലപ്രദനാകുന്നു. കൂടുതൽ ഫലപ്രദനാകുമ്പോൾ പുതുക്കാൻ കൂടുതൽ സമയവും വിഭവങ്ങളും ലഭിക്കുന്നു. ഈ 7 ശീലങ്ങളും വെവ്വേറെയല്ല, അവ പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഒരു സമ്പൂർണ്ണ സംവിധാനമാണ്. ആദ്യത്തെ 3 ശീലങ്ങൾ സ്വഭാവ സമഗ്രത കെട്ടിപ്പടുക്കുന്നു. അടുത്ത 3 ശീലങ്ങൾ ആ സ്വഭാവത്തെ ബന്ധങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു. 7ാമത്തെ ശീലം മുഴുവൻ സംവിധാനത്തെയും പുതുക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ശീലങ്ങൾ സ്വായത്തമാക്കാൻ സമയമെടുക്കും. ഇതൊരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന മാറ്റമല്ല, ഇതൊരു ജീവിതകാല യാത്രയാണ്. എന്നാൽ ഓരോ ചെറിയ ചുവടും നിങ്ങളെ ഫലപ്രാപ്തിയിലേക്ക് അടുപ്പിക്കുന്നു. യഥാർത്ഥ മാറ്റം ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ്.
നിങ്ങളുടെ മാതാപിതാക്കളെ മാറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പ് സ്വയം മാറുക. നിങ്ങളുടെ ബോസിനെ മാറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനോഭാവം മാറ്റുക. ലോകത്തെ മാറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ലോകം മാറ്റുക. ഫലപ്രാപ്തിയുടെ കാതൽ സ്വഭാവമാണ്. കഴിവുകളല്ല, സാങ്കേതികതകളല്ല, സ്വഭാവമാണ്. സത്യസന്ധത, സമഗ്രത, വിശ്വസ്തത, വിനയം ഇവയാണ് യഥാർത്ഥ ഫലപ്രാപ്തിയുടെ അടിസ്ഥാനം. ഈ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്നതിൽ നിന്ന് പ്രവർത്തിക്കുന്നതിലേക്ക് നീങ്ങുന്നു. നിഷ്ക്രിയനിൽ നിന്ന് സജീവനിലേക്ക്, ഇരയിൽ നിന്ന് സ്രഷ്ടാവിലേക്ക്. നിങ്ങൾ ജീവിതത്തിന്റെ ചുക്കാൻ പിടിക്കുന്നു. ദിശ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളാണ്. വേഗത നിയന്ത്രിക്കുന്നത് നിങ്ങളാണ്. ലക്ഷ്യസ്ഥാനം നിശ്ചയിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ എഴുത്തുകാരൻ നിങ്ങളാണ്, കഥാപാത്രമല്ല. ഈ തിരിച്ചറിവിൽ നിന്നാണ് യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത്.